എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മുടെ വേടൻ അറിയാലോ, നമ്മുടെ വേടനെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണം. ഇതിലെന്താ ഇത്ര പുതുമ എന്ന് വേടനെ അറിയുന്നവരൊക്കെ ചോദിക്കും. കാരണം ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു 2020 തുടക്കത്തിലൊക്കെ അന്നത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും അന്ന് വേടൻ ഇത്രമാത്രം ഒന്നും പ്രശസ്തനായിട്ടില്ല കേട്ടോ. ഇന്നത്തെ പോലെ വേടൻ പ്രശസ്തനായിട്ടില്ല, സഖാക്കന്മാരുടെ കണ്ണിലുണ്ണി ആയിട്ടില്ല. സഖാക്കന്മാരുടെയൊക്കെ കണ്ണിലുണ്ണി ആയത് എപ്പോ മുതൽക്കാണെന്ന് നമുക്കറിയാലോ. അതായത് മോദി എന്നും പറഞ്ഞുകൊണ്ട് വേടന്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ഇയാൾ രാജ്യദ്രോഹിയാണ്, മോദി രാജ്യദ്രോഹിയാണ്, രാജ്യവിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേടന്റെ കനലൊരു തരിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വേടന്റെ ഒരു ഇൻട്രോഡക്ടറി ഒരു സോങ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേടൻ ആളാവുന്നത്. ഏതോ ഒരു നാടൻ പാട്ട് സംഘത്തിന്റെ കൂടെ അവര് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നാണ് ഇങ്ങനെ വേടൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഇവന്റെ ഒരു റാപ്പ് കേട്ടോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് വേടൻ പാട്ട് പാടിയത്. മോദി രാജ്യ വിരുദ്ധനാണ് എന്ന് പറയുന്ന പാട്ട് പാടിയപ്പോൾ കുറെ അന്തം കമ്മികൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മോദിനെ ചീത്ത പറയാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. വേടൻ ഒരു സ്ത്രീ വിരുദ്ധനാണ്. നമ്മുടെ ഗോവിന്ദസ്വാമിയേക്കാൾ അപകടകാരിയാണ് വേടൻ. ആരും നെറ്റി വിളിക്കണ്ട. ഗോവിന്ദസ്വാമി സൗമ്യയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് നമുക്ക് മുമ്പിൽ കോടതി വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ വധശിക്ഷ പോലും നൽകിയില്ല എന്നുള്ള കാര്യം അതും ഒക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ. നമ്മുടെ അറിവിൽ ഗോവിന്ദസ്വാമി സൗമ്യ എന്ന പെൺകുട്ടിയെ മാത്രമേ പീഡിപ്പിച്ചിട്ടുള്ളൂ. ആ പീഡനം അതിക്രൂരമായപ്പോ അതിനിടയിൽ സൗമ്യ മരിച്ചു. അതൊക്കെയാണല്ലോ അതിന്റെ ആ ഒരു സംഭവത്തിന്റെ ഒരു യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ വേടൻ പീഡിപ്പിച്ചത് ഒരു പെൺകുട്ടിയെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വേടൻ പീഡിപ്പിച്ചിരുന്നു. 2021 കാലത്ത് അക്കാലത്തെ സോഷ്യൽ മീഡിയയെ ശ്രദ്ധിക്കുന്ന ആൾക്കാര് അവരുടെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് പോയാൽ അവർക്കറിയാം. ഒരുപാട് അന്ന് മീടു ആരോപണങ്ങൾ ഉയർന്ന കാലമായിരുന്നു. മീടു ആരോപണങ്ങൾ ഉയർന്ന കാലത്ത് വേടൻ എന്ന് പറയുന്ന റാപ്പർ ഞങ്ങളെ പീഡിപ്പിച്ചു, ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് പിന്നെ കാലക്രമേണ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ പെട്ടെന്ന് മറവിയിലേക്ക് പോകുന്ന ഒരു ജനതയാണ് നമ്മൾ. അങ്ങനെയാണ് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ പിന്നെ വേടനെ കാണുന്നത് വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതോടെയാണ്. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ പുലിനഖം അതുകൊണ്ട് മാലയുണ്ടാക്കിയതിന്റെ പേരിൽ വേടനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേടനെ അറസ്റ്റ് ചെയ്യുകയാണ്. 2 കൊടും ക്രൈമുകളാണ് വേടൻ ചെയ്തത്. ഒന്ന്, ഈ പുലിപ്പല്ല് മാല ധരിച്ചു, അത് വനം വകുപ്പ് കേസെടുത്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കഞ്ചാവ് ഉപയോഗിച്ചു. വേടന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു. അങ്ങനെ വേടനെതിരെ കേസെടുത്തു, വേടനെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഇവിടത്തെ ഒരുപാട് ആൾക്കാർക്ക് കുരുപൊട്ടിയത്. വേടൻ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക? വേടൻ ഇവിടത്തെ അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി പടപൊരുതുന്ന പടനായകനല്ലേ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിച്ചത്. അന്തംകമ്മികളും സുഡാപ്പികളും വേടനു വേണ്ടി നമ്മൾ ആലോചിച്ച് നോക്കണം. സർക്കാർ വേടനെ ദത്തെടുത്തു. എത്രയും അശ്ലീലമായ ഒരു കാഴ്ച. ഞാൻ ഒരുപാട് വീഡിയോകൾ അതിനെ കുറിച്ച് ചെയ്തിരുന്നു. ഇത്രയും അശ്ലീലമായ ഒരു കാഴ്ച കേരളീയ സമൂഹം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായ ക്രിമിനലിനെ 5-6 വർഷം മുമ്പ് ഒരുപാട് പെൺകുട്ടികളുടെ പെൺകുട്ടികളിൽ ലൈംഗിക പേക്കൂത്ത് നടത്തിയ അധമനെ, നികൃഷ്ടനെ, വൃത്തികെട്ടവനെ, ചെറ്റയെ, ഈ ചെറ്റത്തമ്മാടിയെ തലയിൽ കൊണ്ട് നടക്കുകയായിരുന്നു പിണറായി വിജയനും സംഘവും. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണ പരിപാടിയിൽ വേടനെ കൊണ്ട് പാട്ട് പാടിച്ചു. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് എന്നൊക്കെ വേടൻ ഇങ്ങനെ അലറിത്തുള്ളിയപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് വേടന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ഒരുപാട് ആളുകൾ. അവർക്ക് കഞ്ചാവ് കേസൊന്നും പ്രശ്നമല്ലാന്ന് പോട്ടെ, കഞ്ചാവ് കേസ് പ്രശ്നമല്ല. ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സർക്കാരാണ്, ഓർമ്മിക്കണം. ലഹരിക്കെതിരെ കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്ന സർക്കാരിന് തലയിലേറ്റാൻ വേടന് വേണ്ടി വന്നു. ഈ കഞ്ചാവ് കേസിൽ പ്രതിയായ വേടൻ ഇങ്ങനെ ഒരു കാലത്തും ഇത്രയും നെറികെട്ട ഒരു പണി ഒരു സർക്കാരും ചെയ്തിട്ടുണ്ടാവില്ല. ആലോചിച്ച് നോക്കണം. ലഹരി വിരുദ്ധ പ്രചരണം, എന്നിട്ട് സർക്കാരിന്റെ പ്രചാരണ പരിപാടികളിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? വേടൻ എന്ന് പറയുന്ന അധമൻ ക്രിമിനൽ, കഞ്ചാവ് ഓളി,
കഞ്ചാവോളി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും കുരുവട്ടുന്നു കേട്ടോ. ശശികല ടീച്ചർ വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചപ്പോൾ കഞ്ചാവോളി എന്ന് എങ്ങനെയാ വിളിക്കുക? വേടൻ മഹാനല്ലേ, വേടൻ അയ്യങ്കാളിക്ക് ശേഷം ഇവിടെ ഉയർന്നു വന്ന അധസ്ഥിത വിമോചകനല്ലേ എന്നൊക്കെയാണ്. അംബേദ്കറിന് ശേഷം ഈ അധകൃതരുടെ പ്രശ്നങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന പടനായകനല്ലേ എന്നൊക്കെ ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ വേടന് ഒരുപാട് പട്ടങ്ങൾ ചാർത്തി കൊടുത്തത് നമ്മൾ കണ്ടു. ഇന്നിതാ ഏറ്റവും പുതിയ വാർത്ത, ഒരു യുവ ഡോക്ടർ പരാതിപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലാണ് പരാതിപ്പെട്ടത്. കൊച്ചിയിൽ കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു. എന്നെ 5 തവണ വേടൻ എന്നെ പീഡിപ്പിച്ചു. 2021 മുതൽ 2023 വരെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട്, കോഴിക്കോട് വെച്ചിട്ട്, തിരുവനന്തപുരത്ത് വെച്ചിട്ട്, എറണാകുളത്ത് വെച്ചിട്ട്, പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്നെ വേടൻ പീഡിപ്പിച്ചു, എന്നെ പ്രലോഭിപ്പിച്ചു, എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തി. എന്നെ ആദ്യം തന്നെ ഈ വേടൻ എന്ന് പറയുന്ന റാപ്പ് സിംഗറോട് അമിതമായ ആരാധന ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ തോന്നാം. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വേടനെ പരിചയപ്പെട്ട ആളുടനെ വേടനെത്തിയാൽ ആദ്യം ആവശ്യപ്പെടുന്നത് ഞാൻ ഉമ്മ വെച്ചോട്ടെ എന്നാണ് വേടൻ ആദ്യം ചോദിക്കുക. തന്നെ പരിചയപ്പെടുന്ന പെൺകുട്ടികളോട്, തന്നോട് ആരാധന തോന്നുന്ന പെൺകുട്ടികളോട് ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേടൻ ആദ്യം ചോദിക്കുന്നത് വേടന് ഉമ്മ വേണം. അങ്ങനെ ഈ യുവ ഡോക്ടർ വേടന് ഉമ്മ വേണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. പക്ഷെ ബലാത്കാരമായി വേടൻ ഉമ്മ വെക്കുന്നു. ഉമ്മ കൊണ്ടും വേടൻ നിർത്തിയില്ല. വേടൻ പിന്നീട് ചെയ്തത് അതിക്രൂരമായി ആ പെൺകുട്ടിയെ, ആ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. വേടനോടുള്ള ആരാധന ഒരു ഭാഗത്ത്, അതേ സമയത്ത് തന്നെ ബലാത്സംഗം ചെയ്ത ആ വേടനോടുള്ള അവജ്ഞ മറുഭാഗത്ത്. ആ പെൺകുട്ടി അനുഭവിച്ച ഉത്കണ്ഠകൾ അല്ലെങ്കിൽ സന്ത്രാസങ്ങൾ നമുക്ക് വിവരിക്കുന്നതിലപ്പുറമാണ്. പിന്നീട് വേടൻ ഇവരോട് പ്രണയ അഭ്യർത്ഥന നടത്തി. പല പ്രാവശ്യം വേടൻ ഇവരോട് പണം ചോദിച്ചു, പണം കൊടുത്തു. ഒരു ഭാഗത്ത് വേടനോടുള്ള ആരാധനയുണ്ട്. അതേപോലെ തന്നെ എന്താരാധനയായിക്കോട്ടെ, ലൈംഗിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സ്ത്രീയുടേതാണ്. സ്ത്രീ നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട്, ആരാധിക്കുന്ന വ്യക്തികളോട് മുഴുവൻ തുണി അഴിച്ച് കാണിക്കാൻ ഒരു സ്ത്രീയും സന്നദ്ധരാവില്ല. ഇത് വേടൻ മനസ്സിലാക്കിയിട്ടില്ല. വേടന്റെ വിചാരം എന്ന് പറഞ്ഞാൽ തന്നോട് ആരാധന തോന്നുന്ന സ്ത്രീകളോടൊക്കെ തനിക്ക് സെക്സ് ചെയ്യാം എന്നാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ കേരളീയം മാസികയിൽ കേരളീയത്തിന്റെ MR അനില, കേരളീയത്തിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, തൃശ്ശൂരിലുള്ള കേരളീയം എന്ന് പറയുന്ന മാസികയുടെ, ഓൺലൈൻ മാസികയുടെ എന്താ പറയാ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയ MR ആതിര എന്ന പെൺകുട്ടി തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്തിരുന്നു. തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടി വേടൻ പീഡിപ്പിച്ച നിരവധിയായ പെൺകുട്ടികളിൽ ഏറ്റവും ദുർബലയായ ഒരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടി പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് വേടനെതിരെ പടപൊരുതുക? വേടനിൽ നിന്ന് ഭയങ്കര സെക്യൂരിറ്റിയുള്ള, ഭയങ്കര ഈ ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള, പണക്കൊഴുപ്പുള്ള, ഇത്രയും സമ്പന്നനായ ഒരു വ്യക്തിയോട് ഞാൻ എങ്ങനെയാണ്? കാരണം വേടനെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ പെൺകുട്ടിക്ക് എങ്ങനെയാണ്, ഈ സാധു പെൺകുട്ടിക്ക്, ഈ ദുർബലയായ പെൺകുട്ടിക്ക് എങ്ങനെയാണ് പറയുക വേടൻ എന്നെ പീഡിപ്പിച്ചു? എങ്കിലും ആ പെൺകുട്ടി ഈ MR ആതിരയോട് പറയുന്നു തന്നെ വേടൻ എങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് വേടൻ ഈ ആൺ സദസ്സുകളിൽ ചെന്നിട്ട്, വേടന്റെ സുഹൃത്ത് സദസ്സുകളിൽ ചെന്നിട്ട് പറയുകയാണത്രേ, ഞാൻ അവളെ നടക്കാൻ പറ്റാതാക്കി, ഞാൻ അവളെ സെക്സ് ചെയ്തിട്ട് ഞാൻ അവളെ നടക്കാൻ പറ്റാതാക്കി കൂട്ടരെ എന്ന് പറഞ്ഞിട്ട് വേടൻ ഇങ്ങനെ മസിൽ ഭരിപ്പിക്കുകയാണത്രേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പെൺകുട്ടി പറയുന്നു വേടന് തന്നോട് ദേഷ്യം തോന്നാൻ കാരണം എന്താണെന്നറിയോ? അതായത് വേടൻ തന്റെ സ്വന്തം അമ്മയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞതത്രേ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല, അമ്മമാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ, അപ്പോൾ അവരുടെ ശരികൾ അറിയാം എന്ന് പറഞ്ഞപ്പോൾ ആണ് വേടൻ ദേഷ്യത്തോടെ ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും വീണ്ടും ആക്രമിക്കുകയും ലൈംഗികരമായി അവളെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അവളുടെ ശരീരത്തെ പിച്ചി ചീന്തിയത് വേടൻ. ഇവിടെ ഏതോ ഒരു സുഡാപ്പി സ്ത്രീ വേടന്റെ അമ്മയെ കൂടെ താമസിപ്പിച്ച് ആ അമ്മയുടെ ചിത്രവും ഒക്കെ ആയിട്ട് വേടനെ കാണാൻ വേണ്ടി ചെന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. പത്രത്തിൽ ഒരു പടം ഉണ്ടായിരുന്നു, വേടന്റെ അമ്മയുടെ പടം ഏതോ ഒരു സുഡാപ്പി സ്ത്രീ അത് വേടനെ സമ്മാനിച്ചു. ഭയങ്കര സംഭവമായിരുന്നു. വേടന്റെ അമ്മയെ മരിച്ചുപോയ വേടന്റെ അമ്മയെ വേടൻ ഇതാ സമ്മാനിച്ചിരിക്കുന്നു. ആ വേടന്റെ അമ്മയെ കുറിച്ചാണ് വേടൻ അതിമോശമായി സ്വന്തം അമ്മയെ കുറിച്ച് തനി തോന്നിവാസം പറഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി ഇടപെട്ടത്. അതിനാണ് വേടൻ ഇവളുടെ ശരീരത്തെ ആക്രമിച്ചത്. ഇങ്ങനെ എത്ര പെൺകുട്ടികൾ. ആരും വേടനെതിരെ കേസ് കൊടുക്കാൻ പോയില്ല. എപ്പോഴാ ഈ ഡോക്ടർ വേടനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. തന്നെ 5 തവണ ബലാത്സംഗം ചെയ്തു, തന്റെ പണം അപഹരിച്ചു. പലതവണ വേടൻ തന്നോട് പണം ആവശ്യപ്പെട്ടു, പണം കൊടുത്തു, ആ പണം തിരിച്ചു തന്നില്ല. അവസാനം തന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു.
വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതും വേടൻ കാലുമാറി. തന്നെ പ്രലോഭിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി തന്നെ നിരവധി തവണ പീഡിപ്പിച്ച വേടനെതിരെ കേസെടുക്കണം, ഒരുപാട് സാക്ഷിമൊഴികളും ഒക്കെ ആയിട്ടാണ് ആ പെൺകുട്ടി എറണാകുളം പോലീസ് കമ്മീഷണർക്ക് പരാതിപ്പെട്ടത്. കേസെടുത്തിരിക്കുന്നു. ഏറ്റവും വലിയ രസം, ഏറ്റവും അവസാനം ഞാനിപ്പോ വാർത്തയിൽ നിന്ന് അറിഞ്ഞത്, ആ പോലീസ് കമ്മീഷണർ പറയുന്നു വേടനെതിരെ ഞങ്ങൾ നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ല. കാരണം വേടനെതിരെ നോട്ടീസ് അയക്കാൻ പോലീസിന് പേടി. വേടനെതിരെ നോട്ടീസ് അയക്കാൻ പോലീസിന് പേടി. കാരണം വേടൻ ആരാണ്? വേടൻ സംസ്ഥാന സർക്കാരിന്റെ അതിഥിയാണ്. അപ്പോൾ വേടന് കഞ്ചാവ് വലിക്കാം. കഞ്ചാവോളിയായ വേടൻ ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെയൊക്കെ അവസ്ഥയെ. വേടനെതിരെ ഇവിടെ പ്രശസ്ത സിനിമാ താരങ്ങൾക്കെതിരെ, പ്രശസ്ത സംവിധായകർക്കെതിരെ, രഞ്ജിത്ത് പോലുള്ള നമ്മുടെ ഏറ്റവും മലയാളത്തിലെ സമുന്നതനായ സംവിധായകർക്കെതിരെ, സിദ്ദിഖ് പോലുള്ള ഏറ്റവും ഗംഭീര നടനെതിരെ ഇവിടെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആ ക്ഷണത്തിന് ഇവർക്കെതിരെ കേസെടുത്തു. ഇവർ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ വേടനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണം ഉയർന്നപ്പോൾ ആദ്യത്തെ ആരോപണമല്ല എന്ന് ഓർക്കണം. നിരവധിയായ സ്ത്രീകൾ ഇത്തരത്തിലുള്ള മീട്ടു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കൂടെ അവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഉന്നയിച്ചത്. പക്ഷെ ഈ ഒരു പെൺകുട്ടി, ഈ ഒരു യുവ ഡോക്ടർ വളരെ വളരെ സാഹസികമായി, വളരെ ധീരയായി പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഈ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയാണ്. എന്നിട്ടും ഈ വേടനെതിരെ നോട്ടീസ് അയച്ചിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ എത്ര കാലം നിങ്ങൾക്ക് വേടൻ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും? എത്ര കാലം? വേടൻ അതിനിടക്ക് ഈ മീട്ടു ആരോപണങ്ങൾ ഒരുപാട് വന്നപ്പോൾ വേടൻ ഈ പൊതുസമൂഹത്തിൽ ഒരു മാപ്പ് അപേക്ഷിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് സ്ത്രീകളെ, അങ്ങനെ തന്നെയാണ് വേടൻ എഴുതിയത്, ഞാൻ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു, എനിക്ക് അതിൽ വിഷമമുണ്ട്. ഇയാളെ ലൈംഗിക പീഡനം നടത്തിയിട്ട്, ബലാത്സംഗം നടത്തിയിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് പറയണം, ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് ഭയങ്കര മനസ്താപമുണ്ട്, പശ്ചാത്താപമുണ്ട് എന്നൊക്കെ മിനിമം ആ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. ഈ മാപ്പ് പറയുന്നത് ആരോടാണെന്ന് അറിയോ? പെൺകുട്ടികളോടൊന്നുമല്ല. കുറെ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് വേടം പറയാണ്, ഞാൻ കുറെ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചു കേട്ടോ, പക്ഷെ അത് ശരിയായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ കഞ്ചാവ് കേസിലും വന്നത്. ഈ കഞ്ചാവ് കേസിൽ പ്രതിയായതിനു ശേഷം വേടൻ പൊതുസമൂഹത്തിൽ പറഞ്ഞത് എന്താണ്? ഞാൻ അങ്ങനെ കഞ്ചാവൊക്കെ ഉപയോഗിച്ചു പോയി, അതങ്ങനെ ഒരു ശീലുണ്ടായിരുന്നു, അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വേടൻ സകലമായ തെണ്ടിത്തരങ്ങളും വൃത്തികേടുകളും ചെയ്തിട്ടും അവസാനം ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വേടനെ വാരി പുണരുകയാണ് നമ്മുടെ ഈ പറയുന്ന സുഡാപ്പികളും അന്തം കമ്മികളും ഒക്കെ. ഇനിയിപ്പോ ഇവരെന്താ ചെയ്യുക? എനിക്ക് തോന്നുന്നു മിക്കവാറും വേടനെ അറസ്റ്റ് ചെയ്താൽ ഇനി ഒരുപാട് ഇതിന്റെ പിന്നാലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾ ഇനിയും വരും. ഈ യുവ ഡോക്ടർക്ക് പിന്നാലെ ഒരുപാട് പെൺകുട്ടികൾ വീണ്ടും വരും വേടനെതിരെ ഈ ധീരമായി. കാരണം ഒരാൾ മാതൃക കാട്ടി മുന്നോട്ട് വരുമ്പോൾ ഇതുവരെ ഈ തിരശ്ശീലക്ക് പിന്നിലിരുന്നവർ മുന്നോട്ട് വരാൻ സാധ്യതകളേറെയാണ്. അങ്ങനെ ഒരുപാട് പേർ ഈ വേടൻ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് അനങ്ങാതിരിക്കാൻ പറ്റുമോ? പോലീസ് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്താൽ ഇവിടെ ആകെ ഇളകില്ലേ? ഇവിടെ സുഡാപ്പികളും അന്തംകമ്മികളും ഇവിടെ ഈ വേടനെതിരെ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ പറയാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഛത്തീസ്ഗഡില് രണ്ട് കന്യാസ്ത്രീകളെ എന്തിന്റെ പേരിൽ? നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ, പിന്നെ എന്താണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ പേരിൽ, മനുഷ്യക്കടത്തിന്റെ പേരിൽ, ഈ രണ്ട് ഗുരുതരമായ കുറ്റങ്ങളുടെ പേരിൽ അവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. കോടതി അവർക്ക് ജാമ്യം പോലും കൊടുക്കുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ സുഡാപ്പികളും അന്തംകമ്മികളും കൊങ്ങികളും എല്ലാം അവരെ വിട്ടയക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നിയമപരമായ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നതിന് പകരം ഇവരിവിടെ എന്ന് പറയാണ് കന്യാസ്ത്രീകളായതുകൊണ്ട് ഇതൊന്നും ചെയ്തൂടെ? കന്യാസ്ത്രീകൾ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ക്രൈമും കന്യാസ്ത്രീകൾ ചെയ്യില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ എത്ര കൊടും ക്രൈം ചെയ്ത ഈ മത പുരോഹിതന്മാരെ നമ്മുടെ കേരളം കണ്ടിട്ടുണ്ട്. അഭയയുടെ കഥയൊന്നും നമ്മൾ മറന്നിട്ടില്ല കേട്ടോ. സിസ്റ്റർ ജസ്മി നമുക്ക് മുമ്പിൽ ജീവിക്കുന്നു. കന്യാസ്ത്രീ കുപ്പായം അഴിച്ചു വെച്ച സിസ്റ്റർ ജസ്മി ഈ പള്ളിയിലച്ചന്മാരുടെ കഥകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർ അവരുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ എന്ന് പറയാൻ എല്ലാം രാഷ്ട്രീയമാണ്. എല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണുന്ന ഈ അന്തംകമ്മികൾ എന്നാണ് ഇവർക്ക് ബോധമുദിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഏതായാലും നാളത്തെ പത്രങ്ങളിലെ ഏറ്റവും പ്രധാന വാർത്ത, പത്രങ്ങൾ ഇനി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് നാളത്തെ പത്രങ്ങൾ കണ്ടാൽ നമുക്കറിയാം.
കാരണം ഈ ഇതുവരെ കൊണ്ടാടിയ കാരണം വേടന്റെ പാട്ട് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് എന്നൊക്കെയുള്ള വേടന്റെ പാട്ടുകൾ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തതാണ്. ഇതിനേക്കാൾ കള്ള് ഷാപ്പില് റാക്ക് ഷാപ്പില് അല്ലെങ്കിൽ നമ്മുടെ ഈ ബീവറേജസിന്റെ മുന്നിലൂടെ കുടിയന്മാര് ഇതിനേക്കാൾ നല്ല പാട്ടുകൾ പാടി നടക്കാറുണ്ട്. അത്രയേ ഉള്ളൂ വേടന്റെ പാട്ടൊക്കെ, അത്രയേ ഉള്ളൂ. ലഹരി തലക്ക് പിടിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ വരികളൊക്കെ ആൾക്കാർ പാടി നടക്കും. പക്ഷെ ആ പാട്ട് കുട്ടികളെ പഠിക്കണം, വേടന്റെ പാട്ട് കുട്ടികൾ പഠിക്കണം. എന്തുകൊണ്ട്? കാരണം വേടൻ കഞ്ചാവ് കേസിൽ പ്രതിയല്ലേ, കഞ്ചാവ് ഓളിയല്ലേ. കഞ്ചാവ് ഓളിയായ വേടന്റെ പാട്ടുകൾ കുട്ടികൾ പഠിക്കണ്ടേ? നമ്മളെ എം ബഷീർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വിചക്ഷകന്മാർ അതെടുത്ത് തോട്ടിലെറിഞ്ഞു. ഇതൊന്നും പഠിക്കാൻ കുട്ടികൾക്ക് പറ്റിയതല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ചന്ദ്രഹാസം ഇളക്കുന്നത്. അതൊന്നും പറ്റില്ല, ആ എം ബഷീർ പറഞ്ഞൊന്നും ശരിയല്ല, അതൊക്കെ വൈസ് ചാൻസലറുടെ എന്താ പറയുക ഇംഗീതത്തിനനുസരിച്ച് കൊടുത്ത റിപ്പോർട്ടാണ്. വേടനെ പഠിക്കണം, ഇനിയും പഠിക്കണമെന്ന് പറയൂ കൂട്ടരെ, പറയാം തങ്ങമ്മികളെ. വേടൻ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തതെന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പറ. അതായിരിക്കും പറയാ. വേടൻ ഒരുപാട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, അത് നല്ലതല്ലേ. എങ്ങനെയാണ് വേട ബലാത്സംഗം ചെയ്തത്, എങ്ങനെയാണ് ആദ്യം ഉമ്മ വെച്ചു, പിന്നെ എന്തൊക്കെ ചെയ്തു, വേട പറയൂ. ഇതൊക്കെ കുട്ടികൾ പഠിക്കട്ടെ എന്ന് പിണറായി സർക്കാർ പറയുന്ന, ശിവൻകുട്ടിയുടെ സർക്കാർ പറയുന്ന അധമമായ ഇത്രയും വൃത്തികെട്ട നെറികെട്ട തെമ്മാടി ഭരണത്തിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന ഇവരുടെ സിമ്പൽ ഉണ്ടല്ലോ, ഈ സർക്കാരിന്റെ ഈ അന്തംഗമ്മികളുടെ ഒരു സിമ്പൽ വേടൻ. ആ വേടന്റെ മുഖത്തേക്കാണ് ഇന്ന് ഈ പറയുന്ന യുവ ഡോക്ടർ കാർക്കിച്ചു തുപ്പിയിരിക്കുന്നത്. വേട, നിന്റെ മുഖം മൂടിത അഴിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ ധീരമായ പെൺകുട്ടികൾ വരട്ടെ. തൃശ്ശൂരിലെ പെൺകുട്ടി ധീരമായി വരട്ടെ. കാരണം വേടൻ അവരോട് കാണിച്ച ക്രൂരതകൾ ലോകമറിയട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.